4 വർഷമായിട്ടും പണി പൂർത്തിയാകാത്ത ഒരു റെയിൽവേ മേൽപ്പാലത്തിന്റെ കഥയുമായിട്ടാണ് തലസ്ഥാന വാർത്താ സംഘം ഇന്ന് നിങ്ങൾക്ക് മുന്നിലുള്ളത്. 1 വർഷം കൊണ്ട് പണികൾ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ 2021 ജനുവരിയിലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിച്ചത്. എന്നാൽ നിലവിൽ പണികൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഒച്ചിഴയും വേഗത്തിലാണ് ഇവിടെ പണികൾ പുരോഗമിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്കുള്ളതാണ്. അപ്പം അതിൽ വരാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളൊരു വഴി, അതുവഴി കറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഗവൺമെന്റ് ആരും ഏറ്റെടുക്കൂ? ഇല്ല. 4 വർഷമാകുന്നു. ഇതിലെയുള്ള യാത്ര വളരെയേറെ ബുദ്ധിമുട്ടാണ്. മൊത്തം 400-500 ജോലിക്കാർ ഇതുവഴി ഈ ട്രെയിനിൽ പോകാൻ പറഞ്ഞതാണ്. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം കടക്കാൻ ഇനിയും ദൂരമേറെയാണ്. പാലത്തിന്റെ അവസാന ഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെങ്കിലും നിർമ്മാണത്തിന് വേഗത പോരെന്നാണ് പരാതികൾ ഉയരുന്നത്. 2016 റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ചിറയൻകീഴിന്റെ സമഗ്ര വികസനത്തിന് വാതിൽ തുറക്കുന്ന നാടിന്റെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണമാണ് എന്ന് പൂർത്തിയാക്കുമെന്നറിയാതെ നീണ്ടുപോകുന്നത്. 1 വർഷം കൊണ്ട് പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് 4 വർഷമാകുന്നു. ഇതിലെയുള്ള യാത്ര വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു മഴയും കൂടെ ഉണ്ടായെന്ന അതിലേറെ ദുരിതമാണ്. 3 വർഷമായി 2 പേര് വീതമാണ് പണിക്കിരിക്കുന്നത്. എൻ്റെ മുകളിൽ ഈ ഇത്രയും വലിയ പാലം പണിയാൻ 2 പേര് വീതം. എന്തിനാണ് അത്? ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച് പണ്ടകശാലയ്ക്ക് സമീപം വരെ 800 മീറ്റർ നീളത്തിലാണ് മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നത്. ചിറയൻകീഴ് കടക്കാവൂർ റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗേറ്റിന് മുകളിലൂടെയാണ് മേൽപ്പാലം കടന്നു പോകുന്നത്. 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് 2021 ജനുവരി 23 മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. 2024 നവംബർ പൂർത്തിയാകുമ്പോഴും മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം ഈ ചിറയൻകീഴിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു രോഗിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വന്നാൽ പോലും എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല. സ്കൂൾ കുട്ടികൾക്ക് അവിടെ നിന്ന് ബസ് ഇറങ്ങി ഇത്രയും ദൂരം നടന്നു വരണം. അപ്പോൾ പല പ്രശ്നങ്ങളും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നടന്നു പോകാനേ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സമയത്ത് തീർക്കുന്നില്ല. ആളുകൾക്ക് പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പണി തീർന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കൂ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് റെയിൽവേ ഭൂമിയിൽ ഒഴികെയുള്ള ഭാഗത്തെ നിർമ്മാണ ചുമതല. റെയിൽവേയുടെ കീഴിൽ നടത്തേണ്ട ജോലികൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ റെയിൽവേ ഗേറ്റിന് ഇരുവശത്തും ഗർഡറുകൾ സ്ഥാപിക്കൽ, ഗേറ്റ് മുതൽ പണ്ടകശാല വരെയുള്ള ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തൽ, പാർശ്വഭിത്തി നിർമ്മാണം, ഗർഡറുകൾ ഇരുവശത്തേക്കുമുള്ള പില്ലറുകളിൽ കണക്ട് ചെയ്യൽ, ലാൻഡിംഗ് ഒരുക്കൽ എന്നിവയുടെ പണികളാണ് ഇനിയും ബാക്കിയുള്ളത്. മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം വലിയകട, ശാർക്കര ജംഗ്ഷനുകളിൽ ഗതാഗതക്കുരുക്കിൽ ജനം നട്ടം തിരിയുകയാണ്. അത്രയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ ബസ്സിന് വേണ്ടി ഇപ്പം അങ്ങ് വരെ പോവേണ്ടി വരുന്നില്ലേ? മറ്റേത് ഇവിടെ നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകാൻ. ഇതിപ്പോൾ നമ്മളങ്ങ് പണ്ടകശാല അല്ലെങ്കിൽ ഇവിടെ വരെ ഞങ്ങൾ ഇവിടെയൊക്കെ പോകണ്ടേ? മനുഷ്യർക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുട്ടുള്ള വെള്ളത്തിലാണ്. എത്രയെങ്കിലും മൊത്തം 400-500 ജോലിക്കാർ ഇതുവഴി ഈ ട്രെയിനിൽ പോകാൻ പറഞ്ഞതാണ്. ഇത് ബുദ്ധിമുട്ടല്ല, വേറെ ഒന്നുമില്ല. പാലത്തിന് സമാന്തരമായ സർവീസ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കാത്തതും യാത്രക്കാർക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു. മഴ പെയ്താൽ ചെളിക്കുളമാകുന്ന റോഡിൽ കാൽനട യാത്ര പോലും അസാധ്യമാണ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വല്ല നെഞ്ചുവേദനയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് കറങ്ങി ചുറ്റിയൊക്കെ പോകാൻ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്ര വർഷമായി ഇതിങ്ങനെ പണി കഴിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇതായെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്കുള്ളതാണ്. അപ്പം അതിൽ വരാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളൊരു വഴി, അതുവഴി കറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഗവൺമെന്റ് ആരും ഏറ്റെടുക്കൂ? ഇല്ല.
താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ചിറയൻകീഴിലെത്തുന്നവർ ഗേറ്റ് അടച്ചിട്ടത് മൂലം അനുഭവിക്കുന്ന യാതനകൾ ചില്ലറയല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെപ്പോലും തലച്ചുമടായി ട്രാക്ക് മറികടക്കേണ്ട ഗതികേടിലാണ് പാവം ചിറയൻകീഴുകാർ. ഇവർക്കിനി എന്നാണ് ഒരു ശാപമോക്ഷം ഇതിൽ നിന്നും ഉണ്ടാവുക? ക്യാമറാമാൻ അൻസർ പെരുമാതുരയ്ക്കൊപ്പം തലസ്ഥാന വാർത്തകൾക്ക് വേണ്ടി സാജിർ മാമം.